CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വീണ്ടും സമൻസ്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. പുതിയ സമൻസ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവധി ചോദിച്ച പശ്ചാത്തലത്തിൽ CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ഉൾപ്പെടെയുള്ളവരെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജിയിൽ നിർണായക നടപടിയുമായി ഹൈക്കോടതി. ഹർജി ഫയലിൽ സ്വീകരിച്ചു. മെമ്മറി കാർഡും പെൻഡ്രൈവും രജിസ്ട്രാർക്ക് കൈമാറാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം. ഹർജിയിൽ 1 മാസത്തിനകം മറുപടി നൽകാൻ പ്രോസിക്യൂഷനും നിർദ്ദേശം. അതിജീവിതയുടെ ആവശ്യം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും കോടതി. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണയ്ക്ക് ആദരാഞ്ജലികൾ. അന്ത്യം ഡൽഹിയിലെ ആശുപത്രിയിൽ. ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം ഉൾപ്പെടെ 8 മെഡൽ നേടിയ വ്യക്തിത്വം. കോമൺവെൽത്ത് ഗെയിംസിൽ 9 സ്വർണം ഉൾപ്പെടെ 15 മെഡൽ നേടിയ പ്രതിഭ. വിടവാങ്ങിയത് രാജ്യം പത്മശ്രീ, അർജുന, ദ്രോണ തുടങ്ങിയ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ച മഹാവ്യക്തിത്വം. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലമ്പൂർ കരുളായിയിലെ പൂച്ചപ്പാറ മണിയുടെ കുടുംബത്തിന് ലഭിച്ച നഷ്ടപരിഹാരമായ തുക തട്ടിയെടുത്തതായി പരാതി. നഷ്ടമായത് വനം വകുപ്പ് നൽകിയ നഷ്ടപരിഹാര തുകയടക്കം 8 ലക്ഷം രൂപ. കുടുംബം പൂക്കോട്ടുംപാടം പോലീസിൽ പരാതി നൽകി. മണിയുടെ ഭാര്യയുടെ പേരിൽ ATM കാർഡും ഗൂഗിൾ പേയും ശരിയാക്കി കൊടുത്ത ബന്ധുവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം. കോഴിക്കോട് നിപ്പ ബാധ സ്ഥിരീകരിച്ച 43-കാരൻ്റെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. മെയ് 30 മുതൽ ജൂൺ 10 വരെയുള്ള റൂട്ട് മാപ്പാണ് പുറത്തുവിട്ടത്. അടുത്ത സമ്പർക്കം പുലർത്തിയ 15 പേർ ക്വാറന്റൈനിൽ. മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുന്ന രോഗിയുടെ നില ഗുരുതരം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. തിരുവനന്തപുരം പാറശാലയിൽ ഇളകി വീണ പാറയ്ക്കടിയിൽപ്പെട്ട 50-കാരിയെ രക്ഷപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ മെക്സിക്കോയ്ക്ക് മിന്നും ജയം. ദക്ഷിണാഫ്രിക്കയെ തകർത്തത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. ക്വിനോനസും ജിമിനസും മെക്സിക്കോയുടെ സ്കോറർമാർ. ആദ്യ മത്സരത്തിൽ തന്നെ 3 താരങ്ങൾക്ക് ചുവപ്പ് കാർഡ്. രണ്ടാം മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ഇറാനും അമേരിക്കയും ധാരണയിലേക്കെന്ന് സൂചന. ഖത്തർ അമീറുമായും ഇസ്രയേലുമായും ചർച്ച നടത്തി ട്രംപ്. ഇറാനെതിരായ ആക്രമണം റദ്ദാക്കിയതായി പ്രഖ്യാപനം. കരാർ അന്തിമമാകുന്നതുവരെ ഹോർമുസിലും പശ്ചിമേഷ്യയിലും സൈനിക ഉപരോധം തുടരുമെന്നും ട്രംപ്. അമേരിക്ക അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നും കരാറിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നും ഇറാൻ.